ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്താണ്. നമ്മൾ ഇന്ന് പോർട്ടിൽ വന്നിട്ടുള്ളത് പോർട്ടിലെ ഏറ്റവും വലിയ വർക്കിലൊന്നായ ബ്രേക്ക് വാട്ടർ. നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ, ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും വർക്കിംഗ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത് MSC തവഷി വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിൽ മൂറിങ്ങിൽ തന്നെയാണ്. ഇപ്പോൾ കണ്ടെയ്നർ ഈ MSC തവഷിയിലേക്ക് കയറ്റുകയാണോ അതോ ഇറക്കുകയാണോ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കില്ല. നമുക്ക് അടുത്ത 2-3 വ്യൂവിൽ നിന്ന് മാത്രമേ അത് അറിയാൻ സാധിക്കുള്ളൂ. നമുക്ക് ആ വ്യൂവിലേക്ക് പോകുന്നതിന് മുൻപായി നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകൾ എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയി നമുക്ക് നോക്കാം. നമ്മുടെ മുന്നിൽ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ. ഏതാണ്ട് 2960 മീറ്ററോളം ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞു ഫസ്റ്റ് ഫേസിൽ. അതിനോടനുബന്ധിച്ച് നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ സ്ട്രക്ചർ പൂർത്തിയായെങ്കിലും നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ സെൻട്രലിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ വർക്കുകളാണ് നടക്കുന്നത്. റോഡിന്റെ വർക്ക് മീൻസ് അതിൽ ഹെവി സ്ലാബ് ഉപയോഗിച്ച് ഹെവി സ്ലാബ് ഫില്ല് ചെയ്യുന്ന വർക്കുകളാണ് നടക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഒരു ക്രെയിനും നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഈ പറയുന്ന സ്ലാബുകളുമായി, ഹെവി സ്ലാബുകളുമായി വരുന്ന ലോറികളെയും അതുമാത്രമല്ല മിക്സർ മിഷൻ അല്ലെങ്കിൽ കോൺക്രീറ്റുമായി നിൽക്കുന്ന വണ്ടികളെയും നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ മുകളിൽ നിരനിരയായി കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന്റെ സ്റ്റാറ്റസ്. നമുക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ വിഷ്വലി കണ്ടതുപോലെ തന്നെ എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നറിയണമെങ്കിൽ നമ്മുടെ ഈ സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബിന്റെ അപ്ഡേഷനിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ സാറ്റലൈറ്റ് വ്യൂ ആണ്. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ പോർട്ട് സാറ്റലൈറ്റ് നോക്കിയാലും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഈ വ്യൂയിലേക്ക് വരേണ്ട കാരണം എന്തെന്ന് ചോദിച്ചാൽ, പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെ സ്റ്റാറ്റസ് എടുക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക്, ഈ സ്ട്രക്ചർ പോർഷൻ 100% കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റോഡിൻ്റെ സ്ലാബിൻ്റെ വർക്കുകളാണ്, അതായത് റോഡിൽ ഹെവി സ്ലാബ് പതിപ്പിക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്. അത് എത്ര മീറ്ററാണ് കംപ്ലീറ്റ് ആയെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ ആവട്ടെ 2960 മീറ്ററാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ മുകളിലുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിന് എത്രത്തോളം മീറ്ററാണ് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് മെഷർമെൻറ്റിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വിഷ്വലി നമ്മൾ ഷൂട്ട് ചെയ്താലും എത്രയാണ് നമുക്ക് മെഷർമെൻറ്റിലൂടെയാണ് നമുക്ക് എത്ര മീറ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന അറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 803 മീറ്ററാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഞാൻ ഡേറ്റ് കാണിക്കാം. പിന്നെ ഡേറ്റ് കാണിച്ചു കഴിഞ്ഞാൽ 19/9/2024, അതായത് 2 ദിവസം മുന്നേ ഉള്ള നമ്മുടെ അപ്ഡേഷനാണ്. അതപ്പോൾ 800 മീറ്ററിൽ കൂടുതൽ 850 900 മീറ്ററിനടുത്ത് ഉറപ്പായിട്ട് ആയി കാണും. കാരണം 2-3 ദിവസം മുന്നേ ഉള്ള അപ്ഡേഷനാണ്, മെഷർമെൻറ്റ് അപ്ഡേഷനാണ് നമ്മൾ കണ്ടത്. അത് മാത്രമല്ല, നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ MSC തവഷി ഇപ്പോൾ പോർട്ടിൽ, നമ്മുടെ ഈ പറയുന്ന പോർട്ടിനകത്ത് ബർത്ത് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മൂറിങ്ങിൽ MSC തവഷി കാണാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മുടെ യാർഡ് പോർഷനിൽ ധാരാളം കണ്ടെയ്നർ വെച്ചിരിക്കുന്നത് നമുക്ക് ഈ പറയുന്ന സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ കാണുന്ന പോലെ ബർത്തിൻ്റെ നമ്മുടെ നീളം, ടോട്ടൽ നീളം നമുക്ക് എത്ര മീറ്റർ കംപ്ലീറ്റ് ആയി നോക്കാം. നമ്മൾ പലപ്പോഴായി നോക്കുന്നതാണ്. നമുക്ക് ഒന്നുകൂടി നോക്കാം. 800 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പ്ലസ് ഓർ മൈനസ് ചെറിയൊരു വേരിയേഷൻ വരും. STS ക്രെയിനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 801 മീറ്ററാണ്, അതായത് 800 മീറ്ററാണ് ബർത്ത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ബർത്തിൻ്റെ ബാക്ക് വശത്ത് അല്ലെങ്കിൽ ബർത്തിനോട് ചേർന്ന് വരുന്ന ഈ പറയുന്ന യാർഡ് പോർഷൻ്റെ വർക്കുകളാണ് ഇനി കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. കാരണം നമുക്ക് ഇവിടെ നിന്ന് യാർഡ് പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാത്ത യാർഡ് പോർഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഈ കംപ്ലീറ്റ് ചെയ്തെടുത്ത് എല്ലായിടത്തും നമ്മൾ ഈ പറയുന്ന പോലെ കണ്ടെയ്നറുകൾ നിറഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും. വളരെ കുറച്ച് ഭാഗത്താണ് ഇനി യാർഡ് പോർഷൻ ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആ പോർഷനും വളരെ വേഗത്തിൽ വർക്ക് നടക്കും, വളരെ വേഗത്തിൽ തന്നെ കംപ്ലീറ്റ് ആവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. നമുക്കിനി വിഷ്വലി എത്രത്തോളം, നമുക്കിനി വീഡിയോയിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം എത്രത്തോളമാണ് ഈ യാർഡ് പോർഷനിൽ കണ്ടെയ്നർ ഉള്ളതെന്നും നമുക്ക് ബാക്കിയുള്ള കംപ്ലീറ്റിംഗ് വർക്കിംഗ് എത്രയാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ബർത്ത് പോർഷൻ. നമുക്ക് ഈ ബർത്തിൻ്റെ എൻഡ് പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. എൻഡ് പോർഷനിൽ 2 STS ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. STS 8ഉം STS 7ഉം, ഇങ്ങനെ 2 STS ക്രെയിനാണ് നമ്മൾ ഈ കാണുന്ന ബർത്തിൻ്റെ എൻഡ് പോർഷനിലുള്ളത്. അതായത്
നമ്മുടെ ബെർത്തിൻ്റെ 800 മീറ്ററിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല അതിനോട് ചേർന്നിട്ടുള്ള യാർഡ് പോർഷൻ്റെ കുറച്ച് വർക്കുകൾ, ഇൻ്റർലോക്കിൻ്റെ വർക്കുകളാണ് പൂർത്തിയാക്കാനുള്ളത്. ആ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നതിൽ വെച്ച് ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നോക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഈ കാണുന്ന കടലിൻ്റെ സൈഡിലൊക്കെ ധാരാളം ചെമ്മണ്ണ് ഫില്ല് ചെയ്ത ശേഷം നമ്മൾ ഈ യാർഡ് പോർഷൻ ലെവൽ ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ നടക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ ഈ കാണുന്ന ഈ ബെർത്തിൻ്റെ എൻഡ് പോർഷനിൽ നിന്നും നമ്മൾ ഈ കാണുന്ന യാർഡ് എക്സ്റ്റൻഷന് വേണ്ടി തന്നെ ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ഒരു നിർമ്മിതി, അതായത് നമ്മുടെ ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോൺ കൊണ്ടൊരു നിർമ്മിതിയുണ്ട്. ആ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഹൈറ്റും കൂട്ടി വരുന്നു. കാരണം ഹൈറ്റ് കൂട്ടാൻ കാരണം നമ്മുടെ ഈ ബെർത്തിൻ്റെ പോർഷനോട് ലെവൽ ചെയ്യാൻ പേരലായി നിൽക്കാൻ വേണ്ടിയാണ് ഈ ഹൈറ്റ് കൂട്ടുന്നത്. MSC തവഷി നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഈ കാണുന്ന യാർഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള യാർഡ് പോർഷൻ്റെ അവിടെയാണ് നമ്മൾ നേരത്തെ ട്രഡ്ജിങ്ങിന് ഉപയോഗിച്ച ട്രഡ്ജർ മെഷീൻ്റെ ഓസ് മടക്കി വെച്ചിരിക്കുന്നതും ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. യാർഡ് പോർഷനിൽ ധാരാളം കണ്ടെയ്നറുകളുണ്ട്. നിറഞ്ഞിരിക്കുന്ന യാർഡ് പോർഷന് കാണാൻ സാധിക്കും. MSC തവിഷിയും STS ക്രെയിനുകളെയും നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ കാണാൻ സാധിക്കും. നമുക്കിനി അടുത്ത 2-3 വിഷ്വലിലൂടെ മാത്രമേ നമുക്ക് എത്രത്തോളമാണ് ആ പോർട്ടിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുമാത്രമല്ല MSC തവിഷിയിൽ കണ്ടെയ്നർ കയറ്റുകയാണോ എന്നൊന്നും നമുക്കറിയില്ല. ആ ഒരു വിഷ്വലിലേക്ക് കൂടി നമുക്ക് പോകാം. ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ MSC തവഷി ഫീഡർ വെസലായ MSC തവഷി പോയാൽ ഉടൻ തന്നെ നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിക്കുന്നതിനായിട്ട് 2 കപ്പലാണ് നമ്മുടെ പോർട്ടിൻ്റെ പുറത്ത് ആങ്കറിങ്ങിലുള്ളത്. അതിലൊരു കപ്പലിൽ നമുക്ക് ഇവിടെ നിന്നാൽ വളരെ ചെറുതായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ MSC റോസും. ഇനി നമുക്ക് വളരെ ദൂരെയായിട്ട് ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഭാഗത്ത് കാണിക്കുന്ന MSC ക്യാപ്ടൗൺ 3യും ഈ 2 കപ്പലുകളും വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിൽ വെയിറ്റിങ്ങിൽ തന്നെയാണ്. ഒന്ന് നമ്മൾ ഡ്രിഫ്റ്റിംഗ് മോഡിൽ, നമ്മൾ ഈ കാണുന്ന റോസ് ആവട്ടെ ആങ്കറിങ്ങിലും, നമ്മൾ ഈ കാണുന്ന ക്യാപ്ടൗൺ 3 എന്ന് പറയുന്ന കപ്പലാവട്ടെ നിലവിൽ ഡ്രിഫ്റ്റിംഗ് മോഡിലുമാണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ 2 കപ്പലാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടിൻ്റെ പുറത്തേക്കുള്ളത്. നമ്മുടെ ഈ MSC തവഷി പോയതിന് ശേഷമായിരിക്കും നമ്മളെ ഈ 2 കപ്പലുകൾ ഏതെങ്കിലും ഒരു കപ്പലായിരിക്കും ഫാസ്റ്റായിട്ട് പോർട്ടിനകത്ത് പ്രവേശിക്കുക. ഇനി ധാരാളം മദർഷിപ്പുകളും ഫീഡർ ബസ്സുകളും വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് വേണ്ടത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളിനി കാണാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് ഈ കാണുന്ന വ്യൂവും എല്ലാവർക്കും വളരെ പരിചിതമായ വിഷ്വൽ തന്നെയാണ്. തൊട്ടു മുന്നേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ കടലിൽ നിന്ന് നമ്മുടെ പോർട്ടിനകത്തോട്ടുകയാണെങ്കിൽ നമുക്കിപ്പോൾ പോർട്ടിനകത്ത് നിന്നും നമ്മൾ യാർഡ് പോർഷൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആകുന്ന ഭാഗത്തേക്കാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും യാർഡിൻ്റെ എൻഡ് പോർഷൻ നമ്മൾ കുറച്ച് മുന്നേ കണ്ടിരുന്ന ആ പോർഷനാണ്. ആ പോർഷനിലെ വർക്കുകളാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഹെവി എക്സ്കവേറ്ററും ലോറിയും നമുക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കും. അവിടെ ഇൻ്റർലോക്കിൻ്റെ വർക്കിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസ്, അതായത് ലെവൽ ചെയ്യുകയാണ്. നമ്മൾ ഈ പറയുന്ന നാച്ചുറൽ സാൻഡ് ഇട്ട് ലെവൽ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് ഏറ്റവും എൻഡ് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഭാഗമെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാ നമ്മൾ ഈ കാണുന്ന ഗ്രൗണ്ട് പോർഷനൊക്കെ ലെവലായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ പറയുന്ന 800 മീറ്റർ ബെർത്തിന് പാരലായിട്ടുള്ള പോർഷനാണ്, തൊട്ട് ബാക്കിലെ പോർഷനാണ് വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. അതായത് 800 മീറ്റർ ബെർത്തിൻ്റെ എൻഡ് പോർഷൻ്റെ ബാക്ക് വശത്താണ് പുറകുവശത്താണ് നമ്മൾ ഈ കാണുന്ന വർക്കുകളെല്ലാം നടക്കുന്നത്. ആ പോർഷൻ്റെ വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ആവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് വിഷ്വൽ ഷൂട്ട് ചെയ്യുമ്പോൾ ധാരാളം നാച്ചുറൽ സ്റ്റോണാണ് ഇവിടെ എല്ലാം ഡംപ് ചെയ്തിട്ടുള്ള കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ ഭാഗത്തെല്ലാം ധാരാളം നാച്ചുറൽ സ്റ്റോൺ ഉണ്ട്. അത് മാത്രമല്ല നമ്മൾ തൊട്ട് മുന്നേ കണ്ട നമ്മളെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെയുള്ള 10 മീറ്റർ റോഡിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ ധാരാളമായി ഇവിടെ അൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ സ്ലാബുകൾ ക്രെയിൻ ഉപയോഗിച്ച് ലോറികളിലാക്കിയാണ് നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല നമ്മൾ തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളും അതിനോടനുബന്ധിച്ച് റോഡിൻ്റെ വർക്കുകളുമാണ്. ഈ റോഡിൻ്റെ വർക്ക് സ്റ്റാറ്റസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ആഴ്ച നമുക്ക് ഈ റോഡിലൂടെ പോയി നോക്കാം, അല്ലെങ്കിൽ എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് നമ്മുടെ യാർഡിൻ്റെ എൻഡ് പോർഷൻ നിങ്ങൾ നോക്കൂ. അതായത് ഏറ്റവും ബാക്കിലുള്ള ഈ പറയുന്ന കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിനിൻ്റെ നമ്പർ ഞാൻ പറയാം കറക്റ്റായിട്ട്. എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കില്ല, E05 ആണെന്ന് തോന്നുന്നു. ഇതാ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അങ്ങനെ പറയാൻ കാരണം എൻഡ് പോർഷൻ വരെയാണ് നമ്മുടെ ഈ കാണുന്ന കണ്ടെയ്നർ നിറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇത്രത്തോളം കണ്ടെയ്നർ നിറഞ്ഞില്ല. യാർഡ് പോർഷൻ്റെ പകുതിയോളമാണ് നിറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ യാർഡ് പോർഷൻ ഫുള്ള്, അതായത് നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ തന്നെ 5 വരിയായിട്ട്, അതായത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് 40 ഫീറ്റും 20 ഫീറ്റും കണ്ടെയ്നർ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് കുറച്ചുകൂടി താഴോട്ടിറങ്ങിയാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കണ്ടെയ്നർ കൊണ്ട് നിറഞ്ഞ പോർട്ടിനെ, വിഴിഞ്ഞം ട്രാൻസ്പോർട്ടിനെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് കുറച്ച് താഴോട്ടിറങ്ങി നിൽക്കാം.
ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ ഈ കാണുന്ന പോർട്ട് ഓഫീസ് ബിൽഡിംഗ് അല്ലെങ്കിൽ PO ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെയാണുള്ളത്. ഇവിടെയും ധാരാളമായിട്ട് നാച്ചുറൽ സ്റ്റോൺ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് യാർഡ് പോർഷൻ്റെ ഫസ്റ്റ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാൻഡിലിവർ റെയിൻമോണ്ട് ഗ്രാൻഡി ക്രെയിൻ E01, അതായത് ABCDE അങ്ങനെ 5 സീരീസിലുള്ള ഫസ്റ്റ് ക്രെയിനുകൾ നിരനിരയെ നിരത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ പോർട്ടിൻ്റെ അല്ലെങ്കിൽ യാർഡ് പോർഷൻ്റെ മുന്നിലാണ്. ഈ യാർഡ് പോർഷൻ്റെ മുന്നിൽ നമുക്ക് തുടങ്ങാം. കണ്ടെയ്നറുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് കാൻഡിലിവർ റെയിൻമോണ്ട് ഗ്രാൻഡി ക്രെയിൻ D01 നിന്നും കണ്ടെയ്നർ ഇതാ ലിഫ്റ്റ് ചെയ്ത് പൊക്കും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഈ യാർഡ് ക്രെയിനുകളെല്ലാം സദാസമയം ഡേ നൈറ്റ് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഞാൻ കണ്ടെയ്നർ എത്രത്തോളമാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ നിങ്ങൾ നോക്കൂ, ധാരാളം കണ്ടെയ്നറാണ് നമ്മുടെ യാർഡ് പോർഷനിൽ സ്റ്റാർട്ട് മുതൽ എൻഡ് പോർഷൻ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ധാരാളം കണ്ടെയ്നറുകളാണ് എൻഡ് പോർഷൻ, സ്റ്റാർട്ടിങ് മുതൽ എൻഡ് പോർഷൻ. നമ്മൾ ഇവിടെ വരുന്ന ഫീഡർ വെസലാവട്ടെ നിലവിൽ കണ്ടെയ്നർ കയറ്റാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഈ ചെറിയ പോർട്ടിൽ അതായത് മദർ വെസൽ പോകാത്ത പോർട്ടുകളിൽ നിന്നും നമ്മൾ ഈ പറയുന്ന ചെറിയ ഫീഡർ വെസലായിട്ട് കണ്ടെയ്നറുകൾ ധാരാളമായി വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തുന്നുണ്ട്. അതുമാത്രമല്ല മദർ വെസലായ MSC ഡയല, MSC കൈലി, MSC ഓറിയോൺ ഈ 3 കപ്പലിൽ നിന്ന് കൊണ്ടുവന്ന കണ്ടെയ്നറും ചെറിയ ഫീഡർ വെസലിൽ കൊണ്ടുവന്ന കണ്ടെയ്നറുകളും ധാരാളമായിട്ട് നമ്മൾ ഈ പറയുന്ന യാർഡ് പോർഷനിൽ നിരത്തി വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇപ്പം നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ യാർഡ് പോർഷൻ ഫുള്ളായിരിക്കുന്നു. എല്ലാം മിക്കതും MSCയുടെ തന്നെയാണ്. 80-90% MSCയുടെ കണ്ടെയ്നറുകൾ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന കാൻഡിലിവർ റെയിൻമോണ്ട് ഗ്രാൻഡി ക്രെയിൻ എല്ലാം തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിൻ തന്നെയാണ്. നമ്മൾ ഈ ക്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന PO ബിൽഡിംഗ് അല്ലെങ്കിൽ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തേലാണെന്ന് തോന്നുന്നു. അവിടെ ഓപ്പറേറ്റിംഗ് റൂമുണ്ട്. ഈ ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന സെൻസറുകളും ക്യാമറകളും ഉപയോഗിച്ച് നിലവിൽ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇവിടെ നിന്നും ഈ പറയുന്ന കണ്ടെയ്നർ ട്രെയിലർ ലോറിലാക്കി അവിടെ നേരെ നമ്മൾ ഈ കാണുന്ന STS ക്രെയിൻ്റെ അവിടെ പോയിട്ട് STS ക്രെയിനാണ് ഈ കണ്ടെയ്നറുകൾ നമ്മുടെ കപ്പലിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇതാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ യാർഡ് പോർഷനിൽ നിരയായിരിക്കുന്ന കണ്ടെയ്നറുകൾ നമുക്ക് തൊട്ടടുത്ത് നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ പോർട്ട് കാണാൻ വരുന്നവർക്ക് നമ്മളെ ഈ മുൻവശം മാത്രമാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ കുറച്ച് ബാക്കിലോട്ട് ധാരാളം കണ്ടെയ്നറാണ് ഇവിടെ നിരത്തി വെച്ചിരുന്ന് കാണാൻ സാധിക്കുന്നത്. 2 ഷിപ്പുകളാണ് നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് പുറത്ത് വെയിറ്റിങ്ങിലുള്ളത്. നമ്മൾ ഈ ഷിപ്പ് പോർട്ടിനകത്തുള്ള ഷിപ്പ് പോയി കഴിഞ്ഞാൽ പോർട്ടിനകത്ത് പ്രവേശിക്കുന്ന 2 ഷിപ്പുകളാണ് വെയിറ്റിങ്ങിലുള്ളത്. അപ്പോൾ ധാരാളം മദർ വെസലുകളും ഫീഡർ വെസലുകളും വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് തന്നെ. തൊട്ട് താഴെ നമ്മൾ ഈ കാണുന്ന പോലെ ഞാൻ സൂം ഔട്ട് ചെയ്യാം. ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളിനോട് ചേർന്നിട്ടുള്ള റോഡിൻ്റെ വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നിൽക്കുന്ന വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ്. മഴ പെയ്യുമ്പോൾ ഇവിടെ നിന്നുള്ള വേസ്റ്റ് വെള്ളവും വലിച്ച് നമ്മൾ ഈ റോഡിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഓടേൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ ഓടയിലൂടെ വെള്ളം പോകുന്നതിനാൽ നമ്മൾ ഈ കാണുന്ന പ്ലേസ് എല്ലാം നല്ല ഡ്രൈ ആയിരിക്കുന്നു. വളരെ വേഗം തന്നെ ഡ്രൈ ആയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ യാത്രക്കാർക്ക് വളരെ സുഖമായിട്ട്, ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം വളരെ സുഖമായിട്ട് ഇതിലേക്ക് പോകാനും സാധിക്കും. ഇനി കുറച്ചുകൂടി ഓടേൻ്റെ വർക്കാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. എത്രത്തോളമാണ് ഓടേൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് ആ റോഡിലൂടെ പോയാൽ മാത്രമേ മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആ റോഡിലൂടെ തന്നെ പോകാൻ നമുക്ക് തൊട്ട് അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ നിരയായി നിർത്തി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാർഡ് പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. യാർഡ് ക്രെയിനുകളും STS ക്രെയിനുകളും കൊണ്ട് നിറഞ്ഞ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വളരെ മനോഹരമായി കാണാൻ സാധിക്കുന്നത്. യാർഡിൻ്റെ എൻഡ് പോർഷൻ മുതൽ സ്റ്റാർട്ടിംഗ് പോർഷൻ വരെ നമുക്കൊരു ഫ്രെയിമിൽ കിട്ടുന്നതോടൊപ്പം തന്നെ ധാരാളം കണ്ടെയ്നറുകൾ നിരയായി നിരത്തി വെച്ചിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യാർഡ് ക്രെയിനുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. കണ്ടെയ്നർ പിക്ക് ചെയ്ത് ട്രെയിലറിലാക്കാൻ വേണ്ടി വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മുന്നിൽ ധാരാളം പുതിയ കുറേ ട്രെയിലർ ലോറികളും വന്നിട്ടുണ്ട്. നമുക്ക് കാണിക്കാം. ഈ പോർഷനിൽ ധാരാളം ട്രെയിലറുകളും പുതുതായിട്ട് വന്ന ട്രെയിലറുകളാണ്. ഇതും ഇവിടെ തന്നെ ഉണ്ട്. ഇതും നമുക്ക് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിൽ 2 യാർഡ് ക്രെയിനുകളുണ്ട്. ഈ 2 യാർഡ് ക്രെയിനുകൾ ഇപ്പോൾ തന്നെ മൂവ്മെൻറ്റിലാണ് കേട്ടോ. ഒരു ക്രെയിൻ ഓൾറെഡി അവിടെ വന്ന് നിന്നിട്ടുണ്ട്. അടുത്തൊരു ക്രെയിന് മൂവ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഈ കണ്ടെയ്നറിൻ്റെ ഇടയിൽ കൂടി മൂവ് ചെയ്യാൻ പ്രത്യേക തന്നെ പാളമുണ്ട്. ഈ പാളത്തിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ക്രെയിനുകളെല്ലാം മൂവ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് കണ്ടെയ്നർ പിക്ക് ചെയ്ത് ട്രെയിലർ ലോറിയിലാക്കിയ ശേഷം ഇത് നേരെ STS ക്രെയിനിൻ്റെ അടുത്ത് പോയി അവിടെ നിന്നാണ് STS ക്രെയിൻ പിക്ക് ചെയ്തിട്ടാണ് നമ്മളെ കപ്പലിൽ അല്ലെങ്കിൽ ഷിപ്പിൽ പ്ലേസ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന E01 ഇപ്പോൾ 40 ഫീറ്റിൻ്റെ കണ്ടെയ്നറാണ് ഇപ്പോൾ പിക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ.
നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ധാരാളം അതായത് കാൻഡിലിവർ, റെയിൻമൗണ്ട്, ഗ്രാൻഡി ക്രൈനർ ഒരേ സമയം വളരെ ഫാസ്റ്റാണ് വിഴിഞ്ഞം പോർട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേ നൈറ്റ് ആണ് എല്ലാ യാർഡ് ക്രെയിൻ ആവട്ടെ STS ക്രെയിൻ ആവട്ടെ വർക്കെല്ലാം ചെയ്യുന്നത്. നമുക്കിനി അടുത്തൊരു വ്യൂവിലേക്ക് പോകാം. ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ ഈ കാണുന്ന പോർട്ട് ഓഫീസ് ബിൽഡിംഗ് അല്ലെങ്കിൽ PO ബിൽഡിങ്ങിൻ്റെ സൈഡിലാണുള്ളത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന യാർഡ് പോർഷൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ധാരാളം MSCയുടെ ബാഡ്ജിങ്ങോട് കൂടിയ കണ്ടെയ്നറുകൾ പ്ലേസ് ചെയ്ത് കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിൽ ഈ പറയുന്ന E01 വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ കാൻഡിലിവർ, റെയിൻമൗണ്ട്, ഗ്രാൻഡി ക്രെയിൻ കണ്ടെയ്നർ പിക്ക് ചെയ്യുന്നതിന് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ പല ഭാഗത്തായിട്ട് ധാരാളം യാർഡ് ക്രെയിനുകൾ ഒരേ സമയം ഡേ നൈറ്റ് മൂവ് ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ യാർഡ് ക്രെയിനുകൾ കണ്ടെയ്നർ കൊണ്ട് നിറഞ്ഞ കാഴ്ച. അതായത് ഒന്നിന് മേളിൽ ഒന്നായിട്ട് അഞ്ച് ലെവലായിട്ടാണ്, ഹൈറ്റിലാണ്. ഒന്നിന് മേളിൽ ഒന്നായിട്ട് അഞ്ച് കണ്ടെയ്നർ പൊക്കത്തിനാണ് ഇവിടെ കണ്ടെയ്നർ നിരത്തി വെച്ചിരിക്കുന്നത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാർഡിൻ്റെ എൻഡ് പോർഷൻ സ്റ്റാർട്ടിങ് മുതൽ ഏറ്റവും എൻഡ് പോർഷൻ വരെ യാർഡ് പോർഷൻ എത്രയാണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതുവരെ കണ്ടെയ്നറിലൂടെ നിരത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലുള്ള അതുപോലെ റീഫർ കണ്ടെയ്നർ നമ്മളിവിടെ ധാരാളം കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ കുറച്ച് റീഫർ കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള റീഫർ കണ്ടെയ്നറെല്ലാം നമ്മുടെ പല പോർട്ടിലായിട്ട് പോയിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 STS ക്രെയിൻ്റെ ബൂം ഉയർത്തിയിട്ടുണ്ട്. ബാക്കി 5 STS ക്രെയിനും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല MSC ടവഷി എന്ന് പറയുന്ന ഷിപ്പിൻ്റെ കുറച്ച് പോർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ടവഷിയിൽ കണ്ടെയ്നർ ലോഡ് ചെയ്യുകയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്നലെ എനിക്ക് 13.9 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് MSC ടവഷി വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നലെ അല്ല, 2 ദിവസം മുന്നേ. അപ്പോൾ ആ കണ്ടെയ്നർ ഇറക്കി വെച്ചതിന് ശേഷം അടുത്ത കണ്ടെയ്നർ നമ്മുടെ MSC തവഷിയിലേക്ക് കയറ്റുന്ന കാഴ്ച ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ യാർഡ് ക്രെയിനുകൾ കണ്ടെയ്നർ ഓരോന്നായിട്ട് പിക്ക് ചെയ്ത് ട്രെയിലറിലാക്കി STS ക്രെയിനിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ കാണാൻ സാധിക്കും. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ കാണുന്നവർ, അതായത് ഈ യാർഡ് പോർഷൻ്റെ വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടവർ, ഞാൻ ഈ പറയുന്ന PO ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും യാർഡിൽ നിന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് കണ്ടെയ്നറുകൾ ധാരാളമായി ഇവിടെ ഇല്ല. അപ്പോൾ കണ്ടെയ്നർ യാർഡിനകത്ത് റോഡുകൾ എത്രത്തോളം ഉണ്ടെന്നും എങ്ങനെയാണ് ഈ പറയുന്ന യാർഡ് പോർഷനകത്ത് ലോറി പ്രവേശിക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ പോകുന്ന 40 ഫീറ്റ് കണ്ടെയ്നറാണ് നമ്മൾ ഈ കാണാൻ സാധിക്കുന്നത്. ട്രെയിലറിലെ പോകുന്നത് 40 ഫീറ്റ് കണ്ടെയ്നറാണ്. അങ്ങനെ ധാരാളം 40 ഫീറ്റും 20 ഫീറ്റും കണ്ടെയ്നർ കൊണ്ട് നിറഞ്ഞ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രമാണ് നമ്മുടെ മുന്നിലൂടെയുള്ളത്. നമുക്ക് യാർഡ് പോർഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 2 ട്രെയിലറിലായിട്ട് 2 കണ്ടെയ്നർ നമ്മുടെ STS ക്രെയിൻ്റെ അടുത്ത് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ തൊട്ട് താഴെയുള്ള റോഡിൻ്റെ വർക്കുകളാണ് നമുക്കത് അറിയേണ്ടത്. നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്യാം. ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷനിൽ റോഡിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ പോർട്ടിനോട് ചേർന്നിട്ടുള്ള കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെ 10 മീറ്റർ വീതിയുള്ള റോഡിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ ഇവിടെ നിരയായി നിർത്തി വെച്ചും കാണാൻ സാധിക്കും. ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോർട്ട് വളരെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ധാരാളം കണ്ടെയ്നറുകൾ നിറഞ്ഞ യാർഡ് പോർഷനാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ റോഡിലൂടെ എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്ന് ഒന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ വളരെ ഹൈറ്റുള്ള ഭാഗത്തു നിന്ന് ഷൂട്ട് ചെയ്ത റോഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എത്രത്തോളമാണ് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയത്. റോഡിൻ്റെ 2 സൈഡിലായിട്ട് സാൻഡും മെറ്റലും ഇതെല്ലാം കൂട്ടിയിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ഈ കാണുന്ന വിഴിഞ്ഞം പോർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. പോർട്ടോട് ചേർന്നിട്ടുള്ള കോമ്പൗണ്ട് വാളിൽ ചേർന്നിട്ടുള്ള റോഡാണിത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം വളരെ പരിചിതമായ റോഡ് തന്നെയാണ്. റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചൊരു ഓടേൻ്റെ വർക്കും ഇവിടെ നടക്കുന്നുണ്ട്. കാരണം വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള മഴയത്ത് ധാരാളം വെള്ളം ഇവിടെ ഒലിച്ചിറങ്ങും. നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന പോലത്തെ വെള്ളം. ഈ വെള്ളം നമ്മുടെ ഈ പറയുന്ന പോർട്ടിനകത്തോ നമ്മൾ ഈ കാണുന്ന കോമ്പൗണ്ട് വാളിൽ ചേർന്നിട്ടുള്ള റോഡിലോ കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓടേൻ്റെ വർക്ക് ഫസ്റ്റ് ചെയ്യുന്നത്. ഓട നല്ല ഡെപ്തുള്ള ഓട തന്നെയാണ്. ഹെവി സ്ലാബുകൾ ഉപയോഗിച്ച് ഈ ഓട ചെയ്തു വരുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വർക്കെല്ലാം മുന്നോട്ട് പോകുന്നു. ഒരിടത്തും ഒരു ലാഗ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ്, ഓണത്തിൻ്റെ വെക്കേഷനൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വർക്കെല്ലാം നിർത്തി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴൊക്കെ ഇവിടെ ഓടേൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഈ പറയുന്ന റോഡും ഓടേൻ്റെ വർക്കുകളും ഉള്ളത്. അത് വളരെ വേഗം തന്നെ കംപ്ലീറ്റ് ആവും. നമുക്ക് ഓടേൻ്റെ ഡെപ്ത് അറിയണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ഈ പറയുന്ന ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഓടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുഴികൾ എടുത്തിട്ടുണ്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോർട്ടാണ്. കണ്ടോ, നല്ല വലിപ്പത്തിലുള്ള ഓട തന്നെയാണ്. വലിയൊരു മഴ വന്നാലും ധാരാളം വെള്ളങ്ങൾ
ഒരുമിച്ച് വന്നാലും വെള്ളം ധാരാളം വന്നാലും നമുക്ക് അത് കടലിലേക്ക് തിരിച്ചു വിടുന്നതിനാവശ്യമായിട്ടുള്ള സ്ലോപ്പ് രണ്ട് സ്റ്റെപ്പായിട്ടുള്ള സ്ലോപ്പ് ഉള്ളത്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ആ വഴിക്ക് സ്ലോപ്പ് ഇങ്ങോട്ടും നമ്മൾ വന്ന ഭാഗത്തു നിന്നും ഇങ്ങനെ 2 വഴിക്ക് സ്ലോപ്പ് വന്നിട്ട് ഈ കടലിലേക്ക് വെള്ളം തിരിച്ചു വിടാൻ വേണ്ടിയാണ് ഈ ഓടേൻ്റെ വർക്കുകൾ നടക്കുന്നത്. റോഡും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. നമ്മൾ ഈ കാണുന്ന വള്ളങ്ങൾ പാർക്ക് ചെയ്യുന്ന പോർട്ടിൻ്റെ സൈഡിൽ, അതായത് ഈ പറയുന്ന ഹാർബറിൻ്റെയും പോർട്ടിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗമാണത്. ഇത് ഞാൻ പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡ്രഡ്ജ് ചെയ്ത മണൽ കൊണ്ട് ഇവിടെ ആദ്യം ലെവൽ ചെയ്ത ശേഷമാണ് ഈ ഒരു ഭാഗം നികത്തിയെടുത്തത്. അതിനാലാണ് ധാരാളം വള്ളങ്ങൾ ഈ ഭാഗത്ത് പാർക്ക് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് റോഡിനോട് ചേർന്നിട്ടുള്ള ഓടേൻ്റെ വർക്കിൻ്റെ സ്റ്റാറ്റസ്. ഫ്രണ്ട്സ്, ഈ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ ഈ കാണുന്ന പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ മുന്നിലും സൈഡിലൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ കാണുന്ന പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ പൂർണ്ണമായിട്ടും ബാക്ക് വശത്താണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല നമ്മൾ ഈ കാണുന്ന കാൻഡിലിവർ, റെയിൻമൗണ്ട്, ഗ്രാൻഡി ക്രെയിൻ എന്ന് പറയുന്ന യാർഡ് ക്രെയിനുകളിൽ നിരയായി പോർട്ടിൽ നിരത്തി വെച്ചിട്ട് കാണാൻ സാധിക്കും. ഈ A മുതൽ E വരെയുള്ള 5 സീരീസിലുള്ള ക്രെയിനുകൾ, അതായത് കാൻഡിലിവർ, റെയിൻമൗണ്ട്, ഗ്രാൻഡി ക്രെയിൻ, D01, A01, C01, B01, E0, അങ്ങനെ 5 സീരീസിലുള്ള ക്രെയിനുകളെല്ലാം നമുക്ക് യാർഡ് പോർഷനിൽ കാണാൻ സാധിക്കും. STS ക്രെയിനുകളെ കാണാൻ സാധിക്കും. അതോടൊപ്പം MSC ടവിഷ് ചെയ്ത് നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ MSC ടവിഷി പോർട്ടിനകത്തോട്ട് കയറുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നില്ല. ഇതാണ് നമ്മൾ MSC ടവിഷി വിഴിഞ്ഞം പോർട്ടിലുള്ള ഫീഡർ വെസൽ തന്നെയാണ്. അത് മാത്രമല്ല ഷിപ്പ് വന്നിട്ട് അതിന് 2 ദിവസമായിട്ടുണ്ട്. 13.9 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് MSC ടവിഷി വന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ MSC ടവിഷിൽ നിന്നും ഫുള്ള് കണ്ടെയ്നർ നമ്മുടെ പോർട്ടിലേക്ക് പ്ലേസ് ചെയ്തിട്ടും ഇവിടെ നിന്നും കണ്ടെയ്നർ കയറ്റുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫീഡർ വെസൽ തന്നെയാണിത്. നമ്മൾ ഈ കാണുന്ന ചെറിയ പോർട്ടിൽ നിന്നും നമ്മുടെ മദർ ഷിപ്പിലേക്ക് കണ്ടെയ്നർ നമ്മുടെ മദർ പോർട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കൊണ്ടുവന്നുള്ള അതുപോലുള്ള ആ കണ്ടെയ്നറിലാണ് ഇവിടെ ധാരാളമായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന ടവിഷി അടുത്ത് പോകുന്ന പോർട്ട് ഇപ്പോഴും വ്യക്തമല്ല ഏത് പോർട്ടാണെന്നുള്ള ആ പോർട്ടിലേക്കുള്ള കണ്ടെയ്നർ കയറ്റുകയാണ് നമ്മുടെ STS ക്രെയിൻ ഉപയോഗിച്ച്. അതാണ് ഈ പോർഷനിൽ നടക്കുന്നത്. അത് നമുക്ക് MSC ടവിഷി ഇതാദ്യമായിട്ടാണ് നമുക്ക് ഫുള്ള് ഏതാണ്ട് കണ്ടെയ്നറുകൾ, അതായത് 90% കണ്ടെയ്നർ പൂർണ്ണമായിട്ടും ഡെക്ക് ഒഴിഞ്ഞു കിടക്കുന്ന പിന്നെ ഷിപ്പുകളെ കാണാൻ സാധിക്കും. ഇനിയും ധാരാളമായിട്ട് ഇതുപോലെ കാണാൻ സാധിക്കുമെങ്കിലും ഇപ്പോൾ നമ്മളത് കണ്ടു. ഇനി ധാരാളം 2 ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിന് പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ MSC ടവിഷ് പോയതിന് ശേഷം പോർട്ടിനകത്ത് പ്രവേശിക്കാൻ അത്രത്തോളം കണ്ടെയ്നറുകളാണ് നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ യാർഡ് പോർഷനിൽ 5 നിരയായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ഞാൻ പറയുന്ന പോലെ 5 ഒന്നിന് മേലുള്ള ഒന്നായിട്ട് 5 കണ്ടെയ്നറുകളാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഈ പറയുന്ന പോർട്ടിൻ്റെ ഇവിടെ ഈ പോർട്ട് കാണാൻ വരുന്നവർക്ക് ഈ പൊസിഷനിൽ മാത്രമാണ് കാണാൻ പറ്റുക. പക്ഷേ ഇതിൻ്റെ ബാക്കിലോട്ട് യാർഡ് പോർഷനിലോട്ട് ധാരാളം കണ്ടെയ്നറാണ് നിരയായി നിരത്തി വെച്ചത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മുന്നിലൂടെ ലോറിയിലെ നമ്മൾ ഈ കാണുന്ന ട്രെയിലറിലൂടെ MSCയുടെ ബാഡ്ജിങ്ങോട് കൂടിയ കണ്ടെയ്നർ നമ്മൾ ഈ കാണുന്ന STS ക്രെയിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ കൊണ്ടുപോകുന്നുണ്ട്. അതുമാത്രമല്ല STS ക്രെയിനിൽ നിന്നും നമ്മുടെ ഈ ഷിപ്പിലേക്ക് കണ്ടെയ്നർ പ്ലേസ് ചെയ്യുന്നതും കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന STS ക്രെയിൻ്റെ ഒരു പോർഷനിൽ എനിക്ക് തോന്നുന്നു ഒരു കവർ പോർഷൻ ലാച്ച് എന്ന് തോന്നുന്നു അതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. ലാച്ചാണോ അതിൻ്റെ കറക്റ്റ് പേരൊന്നും അറിയാമെന്നുള്ളൊരു കമൻറ്റ് ഈ സമയത്ത് എനിക്കത് ഓർത്തെടുക്കാൻ സാധിക്കില്ല. ഇത് ലൈവ് റെക്കോർഡിംഗ് ആനും കിട്ടുന്നില്ല. നമ്മൾ ഈ കാണുന്ന STS ക്രെയിൻ്റെ സ്പ്രെഡറിൽ ഈ പറയുന്ന അടപ്പ് പോലെ, അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന കണ്ടെയ്നർ പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഒരു ഇതാണ് അടപ്പ് പോലെ സാധനമാണ്. അതിൻ്റെ പേരുണ്ട് കറക്റ്റ്, എനിക്ക് ആ പേരിപ്പോൾ ഓർമ്മ വരാത്തതുകൊണ്ടാണ്. അറിയാമെന്നുള്ളൊരു കമൻ്റ് ആയിട്ട് ഇടുക. അത് നമ്മുടെ ഈ കാണുന്ന STS ക്രെയിൻ്റെ സ്പ്രെഡറിൽ തന്നെയുണ്ട്. ഇത് ഓരോന്ന് എടുത്തു മാറ്റുന്നതിനും പ്രത്യേക ചാർജാണ് നമ്മൾ STS ക്രെയിൻ ഈടാക്കുന്നത്. അത് നമ്മുടെ ഈ പോർട്ടിൻ്റെ ചാർജസിൽ നമുക്കൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻട്രി ഷിപ്പിൻ്റെ ഓണറുമായിട്ടുള്ള വീഡിയോ ഫോൺ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഈ ചാർജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഈ STS ക്രെയിൻ കറക്റ്റായിട്ട് ആ ഒരു അടപ്പ് പോലത്തെ ആ സാധനം അത് പ്ലേസ് ചെയ്യുന്നുണ്ട് അവിടെ കറക്റ്റായിട്ട്. ആ പേരെനിക്ക് ഓർമ്മ കിട്ടാത്തതുകൊണ്ട് ലൈവ് റെക്കോർഡിങ് കാരണം ചിലപ്പോൾ തെറ്റ് വരും, ചിലത് ഓർമ്മ വരില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നിലവിൽ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് പലപ്പോഴും അത് ഓർമ്മയിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട്. ഇന്നതാണ് അതിൻ്റെ പേരെന്ന് പറയുമ്പോൾ നമുക്ക് അത് വളരെയധികം സന്തോഷമാണ്. കറക്റ്റായിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഓരോ വീഡിയോയും കമൻറ്റിലൂടെയും സപ്പോർട്ടിലൂടെയും നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് മുന്നോട്ടുള്ള ആ ഒരു പോക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ചൂടായിട്ടും ഇവിടെ വന്ന് ഉച്ചയ്ക്ക് ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 12:30 മണിയായിട്ടുണ്ട്. ഷിപ്പിനെ കാണാനും
ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ്. കാരണം നമുക്ക് ഈ ഷിപ്പ് കറക്റ്റ് സ്റ്റാറ്റസ് കിട്ടുന്നില്ല നിലവിൽ. ബാക്കി എല്ലാ ഷിപ്പും നമുക്ക് ഈ പറയുന്ന ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഷിപ്പ് നമുക്ക് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പോർട്ടിനകത്തുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. നിലവിൽ പോർട്ടിനകത്തുള്ളതായിട്ട് കാണിക്കുന്നെങ്കിലും നമുക്ക് മണിക്കൂറുള്ള വ്യത്യാസമാണ് അതിൽ കാണിക്കുന്നത്. കറണ്ട് സ്റ്റാറ്റസ് നമുക്കിതിൽ കിട്ടുന്നില്ല MS നവഷയുടെ. അതുകൊണ്ട് തന്നെയാണ് പോർട്ടിലോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ കാണുന്ന കണ്ടെയ്നറുകൾ ധാരാളമായിട്ട് നമ്മുടെ ഈ പറയുന്ന കപ്പലിനകത്തോട്ട് കയറ്റുകയും ഈ പറയുന്ന ഷിപ്പിനകത്തിരുന്ന കണ്ടെയ്നറുകൾ നമ്മൾ യാർഡ് പോസ്റ്റിൽ പ്ലേസ് ചെയ്യുന്ന കാഴ്ചയുമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. യാർഡ് പ്ലേസ് 2 ദിവസമായിട്ട് യാർഡ് പോസ്റ്റിൽ തന്നെ പൂർണ്ണമായിട്ടും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് പോകേണ്ട പോർട്ടിലേക്കാണ് നമ്മൾ ഈ പറയുന്ന കണ്ടെയ്നർ നമ്മുടെ ഈ പറയുന്ന MS നവഷയിലേക്ക് ലോഡ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് ധാരാളം ട്രെയിലർ ലോറികൾ യാർഡ് പോസ്റ്റിൽ നിന്ന് യാർഡ് ക്രെയിനുകൾ കണ്ടെയ്നർ പിക്ക് ചെയ്ത് ട്രെയിലർ ലോറിയിലാക്കി. ആ ട്രെയിലർ ലോറികൾ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ STS ക്രെയിനിൻ്റെ അടുത്ത് വരുന്നതും. STS ക്രെയിൻ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഷിപ്പിൽ പിക്ക് ചെയ്ത് കറക്റ്റ് പ്ലേസിൽ ലോഡ് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണത്. ഇതാണ് MS നവഷയുടെ കറണ്ട് സ്റ്റാറ്റസ്. ധാരാളം കണ്ടെയ്നർ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് പോർഷൻ വരെ ഏതാണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ടവർ അവിടെയുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെയാണ് ഷിപ്പുകളുടെ നിരീക്ഷണത്തിന് വേണ്ടിയാണ്, വെസൽ നിരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ ടവർ ഉള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഏതാണ്ട് എൻഡ് പോർഷൻ വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നടന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന പോർഷനിലാണ് ഇത് കാണാൻ സാധിക്കും. ഈ പോർഷനിലാണ് നമ്മുടെ ലോറികൾ ഹെവി ബാർജിലേക്ക്, സ്പ്ലിറ്റ് ബാർജിലായിക്കോട്ടെ ഇഞ്ചിൻലെസ് ബാർജിലായിക്കോട്ടെ, സ്പ്ലിറ്റ് ബാർജിൽ ഈ ഭാഗത്തു നിന്നാണ് ഹെവി സ്റ്റോണുകൾ ഏതാണ്ട് 57 ലക്ഷം ടണ്ണോളം നാച്ചുറൽ സ്റ്റോണുകൾ ഇവിടെ നിന്നാണ് ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജിലേക്ക് ഡംപ് ചെയ്തിട്ടുള്ളത്. സ്പ്ലിറ്റ് ബാർജ് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. നമുക്ക് കാണാൻ കാണുന്ന സ്പ്ലിറ്റ് ബാർജുകളിലേക്ക് ഡംപ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്ന പോർഷനിലാണ് ഇഞ്ചിൻലെസ് ബാർജുകൾ ധാരാളമായിട്ട് ഇവിടെ നിന്നിട്ട് ഈ പോർഷനിൽ നിന്നിട്ടാണ് ഇഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോണുകൾ നിറച്ചത്. അതുകൊണ്ട് ഈ ഭാഗം എല്ലാം നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കെല്ലാം വളരെ പരിചിതം തന്നെയാണ്. സ്റ്റോണുകളെല്ലാം തരംതിരിച്ച് കയറ്റിക്കൊണ്ടുവന്ന ഭാഗങ്ങളായിരുന്നു ഇവിടെ എല്ലാം. ഇപ്പോൾ നമ്മളിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നവഷേവ ഇവിടെ നിന്നാൽ ഏതാണ്ട് കുറച്ച് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ ഭാഗത്ത് MS നവഷയും നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടിലെ യാർഡ് പോസ്റ്റിലെ വർക്കുകളുമാണ് നമ്മളിവിടെ കാണുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലെ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.